ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സബ്ജക്റ്റ് ഒരു ചിന്ന ട്രിപ്പാണ്. അതായത് അത്യാവശ്യമായതുകൊണ്ട് മാത്രം ചെയ്യുന്നു എന്നൊരു ലേബിൾ തുടങ്ങിയ ഒരു യാത്രയാണ്. പക്ഷേ ഐ എൻജോയ് ഇറ്റ്. കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ യാത്രകളെ ഞാൻ മനോഹരമാക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയ ടൈമിൽ അധികം അത്ര രസമൊന്നും ഉണ്ടായില്ല. പക്ഷേ മരുഭൂമിയിലെ പച്ചപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു യാത്ര. ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം മരുഭൂമിയിൽ ചെറിയ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ട മനുഷ്യരിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ തീരെ മുരടിച്ച ആൾക്കാരൊന്നും എൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടില്ല. പിന്നെ ഇങ്ങനൊരു യാത്രയുടെ ആവശ്യമെന്ന് പറയുന്നത്, ഞാൻ ദുബായ് വിസ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒമാനിലോട്ട് ആണ് പോകുന്നത്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ ദുബായിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഒമാനിൽ എൻട്രി ആയി. നമുക്ക് വിസ റെഡി ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീണ്ടും ദുബായിലോട്ട്, അതായത് ഒമാനിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ദുബായിലോട്ട് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഫ്ലൈറ്റിലും ചെയ്യാം, അതല്ലാണ്ട് നമുക്ക് ബസ് സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര നേരം എടുക്കും എന്നൊന്നും അറിയാൻ പറ്റില്ല വിസ കിട്ടി വരാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മൾ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരും. ബസ്സിലാവുമ്പോൾ നമുക്ക് സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് നാളെയാണ് വരുന്നത് എന്നൊരു ഇത് വെച്ചിട്ടാണ് പോകുന്നത് തന്നെ. അങ്ങനെ തന്നെ റെഡി ആയിട്ടോ എല്ലാം, അൽഹംദുലില്ലാ. വേറൊന്നുമല്ല, എൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒമാനിലും ദുബായിലും നമ്മുടെ സെക്യൂരിറ്റിയുടെ ലെവൽ രണ്ടും ഡിഫറെൻ്റാണ് കേട്ടോ. കാരണം എനിക്കത് ഫീൽ ചെയ്തതാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അവരുടെ ഓരോ എക്സിറ്റ് അടിക്കുന്നതിനും എൻട്രി അടിക്കുന്നതിനൊക്കെ അവരുടെ ഒമാനിൻ്റെ ഓഫീസുകളിലൊക്കെ പോയപ്പോഴും ദുബായിയുടെ ഓഫീസുകളിലൊക്കെ പോയപ്പോഴും എനിക്ക് വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഫ്രണ്ട്സിനെയും കിട്ടി. അതും പല ലെവലിലുള്ള, പല പ്രായത്തിലുള്ള 5 പേര്, പല സ്വഭാവമുള്ള, പക്ഷെ ഒരേ വൈബായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രിപ്പ് പൊളിയായിരുന്നു. പണ്ട് സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ്, ഒരു ഹോസ്റ്റൽ ലൈഫ് പോലെയൊക്കെ തോന്നി. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് വിസ റെഡിയായി. പക്ഷേ എൻ്റെ റൂമിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാനടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേർക്കും രാവിലെ തന്നെ വിസ റെഡിയായി. എനിക്ക് 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് വിസ റെഡിയായത്. അപ്പോൾ ആ കുറച്ച് ടൈം ഇവരൊക്കെ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം നോക്കിയപ്പോൾ, ചെക്ക് ചെയ്തപ്പോൾ ആക്റ്റീവാണ് എൻ്റെ വിസ സ്റ്റാറ്റസ്. അങ്ങനെ അവരുടെ കൂടെ തന്നെ തിരിച്ചു വരാനും പറ്റി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ 1 മണിക്കാണ് അവിടുന്ന് ബസ്സിൽ കയറിയതും യാത്ര തുടങ്ങിയതൊക്കെ. വൈകിട്ട് ഒരു 8-8:30 ഞാൻ ഷാർജ എത്തിയപ്പോൾ. 8 മണി കഴിഞ്ഞു, റൂമെത്തിയപ്പോൾ 8 മണി കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ചായക്കടയിലൊക്കെ കയറി ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിച്ചു. സന്തോഷമായിട്ട്. നമ്മളെവിടെ പോയാലും മലയാളികളുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഞാനിവിടെ, അത് ദുബായിലായതുകൊണ്ടാണ്, അതറിയാം, അതില്ല എന്നല്ല. പക്ഷേ നമ്മൾ എവിടെ പോയാലും, ഏത് കടയിൽ പോയാലും ഒരു മലയാളി ഉണ്ടായിരിക്കും അവിടെ. അതെനിക്ക് പലപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മലയാളികളില്ലാത്ത സ്ഥലമില്ല, ഓക്കെയാണ്. പക്ഷേ ഞാൻ ദുബായിൽ വന്നിട്ട് ഏത് കടയിൽ കയറിയാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും.
എന്തായാലും ബൈ.